ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആമേൻ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് തിരുവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിശക്തമായി ആമേൻ സ്തോത്ര പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമാറ് രണ്ട് ഭക്തന്മാരുടെ പ്രാർത്ഥന, രണ്ട് ഭക്തന്മാരുടെ ആരാധന, അവരുടെ മുറിവുകളെ മറന്ന്, അവരുടെ വേദനകളെ മറന്ന് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി. ഇന്ന് പകലിലും അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ദൈവമക്കളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആരാധനയ്ക്ക് കാലങ്ങൾ കൊണ്ട് ശത്രു വിട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങളെ പൊളിക്കുവാൻ കഴിയും. ശത്രു നമുക്ക് വിരോധമായി കോട്ട കെട്ടുന്നത് ഒരു ദിവസങ്ങൾ കൊണ്ടല്ല, കാലങ്ങൾ കൊണ്ട് കെട്ടുന്നത്. പക്ഷെ ദൈവമക്കൾക്ക് ഒരൊറ്റ ആരാധനയിൽ അതിനെ തകർത്തു കളയുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയും, നിങ്ങളെ ആരാധനയ്ക്ക് ആമേൻ ആണ്ടുകൾ കൊണ്ട് ശത്രുവിടുന്ന അടിസ്ഥാനങ്ങളെ പൊളിക്കാൻ ഇന്ന് പകൽ നിങ്ങളുടെ ഒരു സ്തോത്രത്തിന് കഴിയും, നിങ്ങളുടെ ഒരു ആരാധനയ്ക്ക് കഴിയും, നിങ്ങളുടെ അന്യഭാഷയ്ക്ക് കഴിയും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആമേൻ. അഭിഷേകം പ്രാപിച്ചവൻ എഴുന്നേറ്റാൽ ആമേൻ സ്തോത്രം, അന്ധകാര ശക്തികൾ വിറയ്ക്കും, അവൻ്റെ കോട്ടകൾ തകരും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകലിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അങ്ങനെ ആമേൻ സ്തോത്ര കാരാഗ്രഹ പ്രമാണിയൊക്കെ ആമേൻ മാനസാന്തരപ്പെട്ട് വലിയ സന്തോഷം അവരുടെ ഭവനത്തിലുണ്ടായി. അവിടെ നിന്നും ആമേൻ പൗലോസ് ആമേൻ പലയിടങ്ങളിലായി ശുശ്രൂഷിക്കുവാൻ കടന്നു വരുമ്പോൾ അവിടെ എല്ലാം യഹൂദന്മാരും ആമേൻ സ്തോത്ര ഹല്ലേലൂയ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പൗലോസിന് എതിരായി കൊണ്ടേയിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, അഭിഷേകം നമ്മുടെ മേലുണ്ടോ ആമേൻ സ്തോത്ര ഹല്ലേലൂയ, നമുക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കും. നമുക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ ഓർത്തോണം, അഭിഷേകം എവിടെയോ സ്റ്റോപ്പായിരിക്കുക. എന്നാൽ അവിടെ നിന്നും ആമേൻ സ്തോത്രം, നമുക്കിന്ന് 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 1-ാം. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുകയല്ല, ഒരിടത്ത് പ്രതികൂലം വരുമ്പോൾ അടുത്ത ഒരു തലത്തിലേക്ക് ആമേ കയറി ചെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെ മേലും ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേലുണ്ടോ, ഒരു ശത്രുവിനും നമ്മളെ ഒതുക്കാൻ പറ്റുകയില്ല. ഒരു ആമേൻ സ്തോത്രം ന്യായപ്രമാണത്തിനും ഒതുക്കാൻ കഴിയത്തില്ല, ഒരു വ്യക്തികൾക്കും ഒതുക്കാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ആമേൻ അത് വെളിപ്പെട്ടിരിക്കും. ദൈവ നിയോഗം ഉണ്ട്, ഒതുങ്ങാൻ പറ്റും. ഇന്ന് പകൽ ഒരു നിയോഗം വെളിപ്പെട്ടേ പറ്റും. ഇങ്ങനെ നമ്മൾ ഇരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ നമ്മുടെ മേലൊരു ദൈവ നിയോഗം കിടപ്പുണ്ട്. ആ നിയോഗം ഇന്ന് പകൽ പുറത്തു വന്നേ പറ്റൂ. എഫെസോസിൽ പൗലോസ് വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ വന്നെങ്കിൽ നമ്മുടെ മേൽ കിടക്കുന്ന ദൈവ നിയോഗം ഇന്ന് പകൽ അത് വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. എഫെസോസിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, ഈ വിശുദ്ധ ദിവസത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെട്ടു വരുമ്പോൾ ചില പൗലോസുമാർ ഇതിനകത്തുനിന്ന് എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും, ചില അപ്പൊല്ലോസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും, ചില ഫിലിപ്പോസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും, ചില സ്തെഫാനോസുമാരെ ഇന്ന് പകൽ നമ്മുടെ ഇടയിൽ നിന്ന് ദൈവ നിയോഗമുള്ളവർ മാത്രം പ്രതികരിച്ചാൽ മതി. ഇന്ന് പകൽ ഹല്ലേലൂയ, അങ്ങനെ ഒരു നിയോഗം ദൈവകുഞ്ഞ് നിന്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ ഒരു ശക്തിക്കും നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല, ഒരു വ്യക്തിക്കും നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. നീ ദൈവ നിയോഗത്തിനകത്ത് കയറിയാൽ ആമേൻ സ്തോത്രം, പിന്നെ നിന്നെ നയിക്കുന്ന മാനുഷിക ശക്തികളല്ല, പൈശാചിക ശക്തികളല്ല, പരിശുദ്ധാത്മാവ് നടത്തും. ഇവിടെ വചനം പറഞ്ഞു, അപ്പൊല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ. ആരാ ഈ അപ്പൊല്ലോസ്? ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ആമേൻ. അപ്പൊല്ലോസിനെ കുറിച്ച് ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ ആമേൻ പറയുന്നു. പൗലോസ്
നട്ടു, അപ്പൊല്ലോസ് വെള്ളമൊഴിച്ചു. ദൈവം അത്ര വളരുമാറാക്കുന്നത്. അപ്പൊല്ലോസ് കുരുന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. കർത്താവ് ഹല്ലേലൂയ, പൗലോസ് ചില ശിഷ്യന്മാരെ കണ്ടു. ഇന്ന് പകൽ കർത്താവ് ഇതിനകത്ത് ചില ശിഷ്യന്മാരെ കാണുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. സ്തോത്രം. അവരോ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാനത് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ, ഞാനത് അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ അവനുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ഹല്ലേലൂയ. അവർ പറഞ്ഞു, സ്തോത്രം, യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എന്താ യോഹന്നാന്റെ സ്നാനം? യോഹന്നാന്റെ സ്നാനം, ഹല്ലേലൂയ, സ്തോത്രം, അത് മാനസാന്തരത്തിന്റെ സ്നാനമായിരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി, ഹല്ലേലൂയ, യോഹന്നാൻ സ്തോത്രം, ഹല്ലേലൂയ, വിളിച്ച് മാനസാന്തരത്തിനായി യോർദാനിൽ ഒരു കൂട്ടം പേരെ സ്നാനപ്പെടുത്തുകയാ. എന്താ സ്നാനത്തിന്റെ പ്രത്യേകത? ആ കാലഘട്ടത്തിൽ സ്നാനം, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ സ്നാനത്തിനൊരു മുൻകുറിയായി ചെങ്കടലിൽ കൂടെ കയറി അക്കരെ വരുമ്പോൾ അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സ്നാനം എന്തിനാ? സ്നാനം ഒരു പക്ഷത്തോട് ചേരാൻ. എന്തിനാ സ്തോത്രം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റത്? നാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. ഇവിടെ യോഹന്നാൻ സ്നാനപ്പെടുത്തുമ്പോൾ ഒരു കൂട്ടം പേർ യോഹന്നാനോടുകൂടെ ചേർന്നു. അവൻ മാനസാന്തര സ്നാനപ്പെടുത്തി യോർദാനിൽ വന്നു നിൽക്കുമ്പോൾ ഇതാ ഒരുവൻ യോർദാനിലേക്ക് ഇറങ്ങി വരികയാണ്. യേശു കർത്താവ് യോഹന്നാന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇല്ലില്ല കർത്താവേ, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കണ്ട. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകണം. സ്തോത്രം. എന്തിനാ സ്നാനം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അപ്പോഴാണ് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുന്നത്. അപ്പോൾ യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനം. പക്ഷെ യേശുവിന്റെ സ്നാനം എന്താ അവിടെ സംഭവിച്ചത്? യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കും. ഒരുവൻ സ്നാനമേൽക്കുമ്പോൾ അവന് വേണ്ടി സ്വർഗം തുറക്കും. എന്നിട്ട് ഒരു ശബ്ദം കേൾക്കുകയാ, ഈവൻ എൻ്റെ പ്രിയപുത്രൻ, ഈവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ, ഒരുവൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം വിളിച്ചു പറയുക, ഈവൻ എൻ്റെ പ്രിയ. ഇന്നലെ വരെ നീ പുത്രനായിരുന്നു, ഇന്നു മുതൽ നീ പുത്രനല്ല, ഇന്നു മുതൽ നീ പ്രിയപുത്രനാണ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ അവൻ വിളിക്കുന്ന പേരാണ് പ്രിയപുത്രൻ. ഇത് അടുത്തൊരു വെളിപ്പാട് കാണുകയാ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ പറന്നിറങ്ങുന്ന യോഹന്നാൻ കണ്ടു. പരിശുദ്ധാത്മാവ് പ്രാവല്ല, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണത്തക്കവണ്ണം പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ പറന്നിറങ്ങി വന്നു. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന്റെ പ്രത്യേകത എന്താ? നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു സ്വർഗമുണ്ട്. ലോകത്തിന്റെ സകല വാതിലുകളും ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നിന്റെ മുമ്പിൽ അടയ്ക്കപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി തുറന്നൊരു സ്വർഗമുണ്ട്. നിന്റെ മേൽ, നിന്റെ അടുക്കൽ പറന്നിറങ്ങുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എത്ര പേർ ഈ ഹോളിനകത്ത് തിരിച്ചറിയുവാൻ, നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ ഹോളിനകത്ത് തിരിച്ചറിയുവാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ യേശുവിന്റെ മേൽ കടന്നു വന്നു. യോഹന്നാന്റെ സ്നാനവും
കർത്താവിൻ്റെ സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, ഇത് യോഹന്നാൻ നൽകിയത് മാനസാന്തര സ്നാനമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നാനമേൽക്കണം. ഈ തിരുവചനങ്ങളെ പറയുമ്പോൾ ആമേൻ സ്തോത്രം, അപ്പൊല്ലോസിന് ഇതുവരെ കിട്ടാത്ത വെളിപ്പാട്, ഹല്ലേലൂയ, അപ്പൊല്ലോസിൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് കിട്ടാത്ത ഒരു വെളിപ്പാട് അവർക്ക് ആമേൻ ലഭിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയാം, അഭിഷേകമുള്ള ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആമേൻ ചില വെളിപ്പാടുകൾ കടക്കുകയാണ്. ചിലരുടെ മേൽ ആത്മാവിനെ പകരുവാൻ, ചിലരുടെ മേൽ വെളിപ്പാടിൻ്റെ വാതിലുകളെ തുറക്കുവാൻ ഒരു നിയോഗം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയും, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഇത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനമേറ്റു. അടുത്ത 6-ാം വാക്യം ഒന്ന് വായിച്ചാൻഡി. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അടുത്തെന്ന് സംഭവിച്ചു? അവർ സ്നാനമേറ്റു വന്നപ്പോൾ ആമേൻ, പൗലോസ് അവരുടെ മേൽ കൈവച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, അവർ പ്രവചിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണം. എപ്പോഴാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവ് വേണം. ഒരുവനെ കർത്താവായ യേശു കർത്താവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണം. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ സ്നാനമേൽക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു കഴിഞ്ഞു. എന്നാൽ ഇവിടെ കാണുന്നു, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതെന്ത്? രണ്ടാമത് പരിശുദ്ധാത്മാവ് വന്നത്. ആമേസ്തോത്രം, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യോഹന്നാൻ ആമേസ്തോത്രം മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷെ എൻ്റെ പിന്നാലെ വരുന്നവനോ അവൻ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ നിങ്ങളെ ആത്മാവിലും തീയിലും അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ വെള്ളത്തിൽ സ്നാനമേറ്റവർക്ക് രണ്ടാമതൊരു സ്നാനമുണ്ട്. ആ രണ്ടാമത്തെ സ്നാനത്തിന്റെ പേരാണ് ആമേൻ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. വെള്ളത്തിൽ സ്നാനമേറ്റവൻ പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധാത്മാവിൽ നമ്മളെ എന്ത് ചെയ്യും? സ്നാനപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞ ആത്മനിറവിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കയറുക. അത് അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോൾ, ചിലപ്പോൾ ആരാധന വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആത്മസ്നാനം നടക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതിന്റെ ലക്ഷണമല്ല അന്യഭാഷ. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ വെളിപ്പെടുന്നതാണ്. ഇതുവരെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവുണ്ട്, പക്ഷേ ആത്മനിറവ് നിങ്ങളുടെ മേൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആത്മസ്നാനം നിങ്ങളുടെ മേൽ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദം ഇതിനകത്ത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ആത്മനിറവ് വെളിപ്പെടും. പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടുമ്പോഴാണ് അവൻ ആത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരുവന്റെ മേൽ വന്നാൽ അവനോട് സ്തോത്രം പറയാനൊന്നും പറയണ്ട, അവൻ സ്തോത്രം പറയും. ഈ ആത്മനിറവ് പ്രാപിച്ചവന്റെ പ്രത്യേകത, അവൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളത്തിൽ തീ കത്തും. കാരണം അവന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവൻ, അന്യഭാഷ പ്രാപിച്ചവൻ, അവന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവൻ വചനം കേട്ടാൽ അവന്റെ ഉള്ളം കത്തും. ഇന്ന് പകൽ എനിക്ക് ഇതിനകത്ത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര പേരുടെ മേൽ അങ്ങനെ നിയോഗം വന്നെന്ന് നിങ്ങളുടെ തലയിൽ കൈ വെക്കാതെ തന്നെ എനിക്കിതിനകത്ത്
മനസ്സിലാകും. കാരണം എന്തെന്നറിയാമോ? നിയോഗം അകത്തു കയറിയവൻ, അഭിഷേകം അകത്തു കയറിയവൻ, ആത്മസാന്നിധ്യം അകത്തു കയറിയവൻ, വചനം വെളിപ്പെട്ടാൽ അവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അവൻ വചനത്തെ കയറി പിടിക്കും. എന്തെന്നറിയാമോ? ആമേ കാന്തത്തിന്റെ പ്രത്യേകത, ആമേ സ്തോത്രം, കാന്തത്തിന്റെ പ്രത്യേകത, ആമേ അടുത്തൊരു കാന്തത്തെ കണ്ടാലും പിടിക്കും, അടുത്തൊരു ഇരുമ്പിനെ കണ്ടാലും പിടിക്കും. പക്ഷെ ഇരുമ്പിന്റെ പ്രത്യേകത, ആമേ സ്തോത്രം, ഒന്നിലും പിടിക്കത്തില്ല, ഇത് തന്നെ ഇരിക്കും. പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? ആമേ സ്തോത്രം, വചനത്തിന്റെ തീ കത്തുമ്പോൾ അവനും കത്തും. വചനത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവന്റെ ഉള്ളം കത്തും. അവൻ യെരൂശലേമിലൂടെ ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, യേശു അവരുടെ പിന്നാലെ ചെന്നു. എന്നാൽ അവൻ സംസാരിക്കുമ്പോൾ അവന്റെ ഉള്ളം കത്തി. ഇന്ന് പകൽ ആത്മാവകത്തുള്ളവന്റെ ഉള്ളം കത്തിക്കൊണ്ടേയിരിക്കും. അവന്റെ ഉള്ളത്തിൽ തീപിടിക്കും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ആത്മനിറവ് പ്രാപിക്കാത്ത, ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവരുടെ മേൽ ഇന്ന് പകൽ അവന്റെ ആത്മനിറവ്, അവന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇന്ന് പകൽ അവന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ പറയും, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ആരും ആത്മനിറവ് പ്രാപിക്കാതെ അവൻ ഈ ലോകത്ത് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ആത്മനിറവ് പ്രാപിച്ചോ, പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ പതറിപ്പോകത്തില്ല. അവൻ ആത്മനിറവ് പ്രാപിച്ചോ, ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, ആത്മനിറവ് പ്രാപിച്ച പൗലോസിനെ, ആമേൻ ഹല്ലേലൂയ, ശരീരം മുഴുവനും അടിച്ചു നുറുക്കിയാലും, അവൻ കാരാഗ്രഹത്തിൽ അവന്റെ കാലാമത്തിലിട്ടാലും അവന്റെ ആരാധനയെ തടയാൻ ഒരു അന്ധകാര ശക്തിക്കും ഒരു മുറിവുകൾക്കും ഒരു പ്രതികൂലത്തിനും അവൻ കഴിയത്തില്ല. അവൻ എഴുന്നേറ്റാൽ, അവൻ അർദ്ധരാത്രിയാകുമ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാൽ അവൻ ചങ്ങലകൾ അഴിയും. കർത്താവേ, ഇന്ന് പകൽ ആത്മനിറവ് ഈ സർവീസിൽ കർത്താവേ അങ്ങയുടെ മക്കളുടെ മേൽ ആ ആത്മനിറവ് ഇന്ന് പകൽ ഇറങ്ങി വരണമേ കർത്താവേ. ഞാൻ പറയാം ദൈവമക്കളെ, ഈ കർത്താവിന്റെ വരവ് വരെ ഈ കാമസ്തോത്ര ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ സ്നാനപ്പെട്ടത് കൊണ്ടല്ല. ആമേസ്തോത്ര, ആമേൻ പാസ്റ്ററെ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ നോ 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 നോ. ഇന്ന് പകൽക്കാലം ആമേസ്തോത്രം രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണോ ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ചിരിക്കണം. ആത്മനിറവ് പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് പാടാനേ പറ്റൂ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടർ ഘോര ശത്രു എന്നെ കാണുകയില്ല. എന്താ ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ആത്മനിറവുള്ളവനെ തൊടാൻ പറ്റുകയില്ലെന്ന്. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടർ ഘോര ശത്രു എന്നെ കാണുകയില്ല. എന്താ കാണാൻ പറ്റാത്തെ? എന്താ കാണാൻ പറ്റാത്തെ? ഞാൻ ആത്മനിറവിനകത്ത്, ഞാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുമ്പോൾ എനിക്ക് വിരോധമായി ഉയരുന്ന ശത്രുവിന് എന്നെ കാണാൻ പറ്റുകയില്ല. അവൻ എന്നെ കാണാൻ പറ്റുകയില്ല. ഞാൻ ആത്മനിറവിനകത്ത്, ഞാൻ പറയാം, അവൻ ഉലകം മുഴുവനും ദൈവകുഞ്ഞ് നിനക്കും നേരെ ഇളകി വന്നാലും ഹല്ലേലൂയ നിന്നെ കാണാൻ പറ്റത്തില്ല. ശത്രുവിന് നിന്നെ കാണാൻ പറ്റുകയില്ല. അഭിഷേകമുള്ള നീ ആത്മനിറവിനകത്തു കയറിയാൽ ഒരു ദുഷ്ടനും നിന്നെ കാണാൻ, നിന്നെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ, നിന്റെ ലൈഫിനെ തൊടാൻ ഇന്ന് പകൽ ഒരു അന്ധകാര ശക്തിക്ക് തൊടാൻ പറ്റുകയില്ല. ഇന്ന് പകൽ നിന്നെ തൊടാൻ പറ്റുകയില്ല, നിന്റെ അതിരെ തൊടാൻ പറ്റുകയില്ല, നിന്റെ ഭവനത്തെ തൊടാൻ പറ്റുകയില്ല, നിന്റെ കുടുംബത്തെ തൊടാൻ പറ്റുകയില്ല, നിന്റെ തലമുറ തൊടാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ആത്മനിറവിലേക്ക് ദൈവസഭ കയറട്ടെ.
ഇന്ന് പകൽ ദൈവകുഞ്ഞ്, നീ ആത്മനിറവിൽ കയറിയ ശത്രുവിന് നിന്നെ കാണാൻ പറ്റുകയില്ല. ഇന്ന് പകൽ നീ മാത്രമല്ല, നിന്റെ തലമുറയെ കൂടെ ആ നിറവിനകത്തോട്ട് നീ പിടിച്ചു കയറ്റിയാൽ പിശാചിന് പിന്നെ തൊടുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് പകൽ ദൈവസഭ ഒരാത്മനിറവിലേക്ക് കയറട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലേക്ക് കയറട്ടെ. ഒരു വ്യക്തി ആത്മനിറവിനകത്ത് കയറിയാൽ, ഈ ആത്മനിറവിനകത്ത് കയറിയ പൗലോസ് പറയാ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല. ആത്മനിറവിനകത്തിയ കയറുന്നവന് മാത്രമേ പറയാൻ പറ്റൂ, ഞങ്ങൾ ജഡത്തിലായി പോയി ഇരിക്കുന്നേ, ജഡത്തിലാ ഞങ്ങൾ നടക്കുന്നേ. പക്ഷെ ഞങ്ങൾ ജഡപ്രകാരം എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ പോരാടത്തില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഇന്ന് പകൽ ആത്മനിറവിനകത്ത് കയറിയവൻ പറയൂ, ആമേൻ. കോട്ടകളെ ഇടിപ്പാൻ, എന്റെ ലൈഫിന് വിരോധമായി, എന്റെ ആത്മമണ്ഡലത്തിന് വിരോധമായി ആമേൻ ശത്രു കെട്ടുന്ന കോട്ടകളെ ഇടിപ്പാൻ. ഓ ഇന്ന് പകൽ ദൈവകുഞ്ഞ, നിനക്ക് മാത്രമേ ശത്രുവിന്റെ കോട്ടകളെ ഇടിപ്പാൻ നീ എഴുന്നേറ്റാൽ, നീ ആത്മനിറവിൽ എഴുന്നേറ്റാൽ, ഇന്ന് പകൽ ചില കോട്ടകൾ നിനക്ക് വിരോധമായി അവൻ പട്ടണത്തിൽ ശത്രു കെട്ടിയ കോട്ടകൾ ഇന്ന് പകൽ വീഴുകയാണ്. കോട്ടകൾ വീഴും. ഒരുവൻ ആത്മനിറവിനകത്ത് കയറിയാൽ, പൗലോസ് പറയാം, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ആത്മനിറവിനകത്ത് കയറിയവന് ജഡപ്രകാരം പോരാട്ടമില്ല, ജഡപ്രകാരം പ്രതികാരങ്ങളില്ല, ജഡപ്രകാരം അമ്മ ഒന്നും ചെയ്യത്തില്ല. അമ്മ പൗലോസ് പറയാ, ആമേൻ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്ന ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ആമേൻ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായി നമ്മിൽ ഉയരുന്ന ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ ഉയർച്ചകൾ ഇന്ന് പകൽ ഞാൻ പറയാ, ആമേൻ, നമ്മുടെ മേൽ ദൈവം ഒരു നിയോഗം ഇട്ടിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമുണ്ട്. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ കയറാതെ വണ്ണം ശത്രു എവിടെ നിന്നാ ഉയരുന്നത്? ശത്രു കിഴക്ക് നിന്നല്ല, തെക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല ശത്രു എഴുന്നേൽക്കുന്നത്. ശത്രു നമ്മളെ ജഡത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായി നമ്മിൽ ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും, എല്ലാ സങ്കല്പങ്ങളെയും, ഏതു വിചാരത്തെയും ഹല്ലേലൂയ ആത്മനിറവുള്ളവൻ പറയും, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ ഞങ്ങൾ അവയെ പിടിച്ചടക്കും, ഞങ്ങൾക്കും മേളിൽ കയറുകയില്ല. ദൈവത്തിന് വിരോധമായി, എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് വിരോധമായി ഒരു ചിന്ത എന്നിൽ വെളിപ്പെട്ടാൽ, ഒരു ശബ്ദം എനിക്ക് നേരെ വന്നാൽ, ആമേൻ, ഞാൻ അതിനെ എന്ത് ചെയ്യും? ഞാൻ അതിനെ കേൾക്കുമെന്നല്ല, ഞാൻ അതിനെ അനുകൂലിക്കുമെന്നല്ല, ഞാൻ അതിനെ പിടിച്ചടക്കും. ആത്മനിറവിൻ്റെ ലക്ഷണം അതാ. ആത്മനിറവുള്ളവൻ അത് കേട്ട് അതിൻ്റെ മുമ്പിൽ വീഴുകയല്ല, അതിനെ പിടിച്ചടക്കും. ഞാൻ പറയുന്നു, ആമേൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും ആത്മനിറവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ ആമേൻ എന്താ സംഭവിച്ചേ? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആമേൻ വന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, അവരുടെ ഉള്ളിൽ പ്രവേശിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരിലേക്ക് വെളിപ്പെട്ടു. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വെളിപ്പെടും. ആമേൻ. ഈ നിറവ് വെളിപ്പെടുമ്പോഴാണ് അത് അന്യഭാഷകളാൽ, ആരാധനകളാൽ ആമേൻ സ്തോത്രം ഈ ഹല്ലേലൂയ ഇത് വെളിപ്പെട്ടു വരുന്നത്. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ സ്വഭാവം ആമേൻ നമ്മിൽ വെളിപ്പെടുന്നത് ഈ ആത്മനിറവ് വെളിപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ ആമേൻ. അവരുടെ മേൽ ആത്മനിറവ് ആമേൻ സ്തോത്ര ഹല്ലേലൂയ വെളിപ്പെട്ടു. ആ പുരുഷന്മാരെല്ലാവരും കൂടെ 12 പേരായിരുന്നു. ആമേൻ. ദൈവം പൗലോസ് ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ 12ഓളം പേർ ആത്മനിറവ് പ്രാപിച്ചു.
ആര് മുഖാന്തര? ഒരു പൗലോസ് മുഖാന്തരം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന അവൻ ഹല്ലേലൂയ, പൗലോസ് ഒരു കാലഘട്ടത്തിൽ അവൻ ഒതുങ്ങിയിരുന്നില്ല. പൗലോസ് വചനം പറഞ്ഞു അവൻ കൂടാരപ്പണി ചെയ്തെന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവൻ പുള്ളിക്കാരൻ ജോലിക്കാരൻ കൂടെ ആയിരുന്നു. അവൻ സ്തോത്രം ജോലി ചെയ്യുമ്പോൾ തന്നെ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ അവൻ സ്തോത്രം ശുഷ്കാന്തിയുള്ളവനായിരുന്നു, തീഷ്ണതയുള്ളവനായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയാ, നിങ്ങൾ സ്തോത്രം ഒരു ജോലിയുള്ളവരാ, പക്ഷേ കർത്താവിൻ്റെ വേലയിൽ തീഷ്ണതയുള്ളവരായിരിക്കണം, ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ പൗലോസ് നമ്മുടെ നടുവിലില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ പകൽ ഒരു വ്യക്തി എഴുന്നേൽക്കണമെങ്കിൽ, ഒരു വ്യക്തി ആത്മനിറവിലേക്ക് കയറണമെങ്കിൽ, ഹല്ലേലൂയ ഈ വചനത്തിൽ കാണുന്ന പൗലോസിനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ആരെ കൊണ്ട് പറ്റും? ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും പൗലോസാകണം. ഇന്ന് പകൽ നമ്മൾ പൗലോസാകണം. നമ്മൾ പൗലോസായാൽ ചിലരാത്മനിറവിലേക്ക് കയറും, ചിലരാത്മനിയോഗത്തിനകത്ത് കയറും. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് വന്നത് ഹല്ലേലൂയ പൗലോസിനെ എഴുന്നേൽപ്പിക്കാനല്ല, ഇന്ന് പകൽ ഈ ഹോളിലിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എഴുന്നേൽപ്പിക്കാനാണ്. അതിന്റെ 11-ാം വാക്യം സ്തോത്ര ഹല്ലേലൂയ വായിക്കാൻ വേണ്ടി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേയ്മേൽ നിന്ന് റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. പൗലോസിന് ഒരു പ്രൊമോഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ദൈവം നമുക്കൊരു പ്രൊമോഷൻ തരാൻ ആഗ്രഹിക്കുക. സ്തോത്രം. നിങ്ങളൊരു നല്ല സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവം അടുത്തൊരു തലത്തിലേക്ക്, ആത്മാവിൻ്റെ അടുത്തൊരു നിലയിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ദൈവം ഇന്ന് പകൽക്കാലം അതെടുത്തു മാറ്റാൻ പോവുക. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിക്കുവാനുണ്ട്, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചിലത് പ്രവർത്തിപ്പാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പൗലോസിനെ കൊണ്ടൊരു കാരാഗ്രഹ പ്രമാണിയും അവൻ്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് വരുത്തുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ കൊണ്ട് ചില പ്രമാണിമാരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒതുങ്ങി പോകരുത്. സ്തോത്രം. മടുത്തു പോകരുത്. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കും. നമ്മൾ ഇതിനകത്ത് റിസ്ക് ഒന്നും എടുക്കണ്ട. പരിശുദ്ധാത്മാവ് വന്നാൽ ആരോട് സ്തോത്രം ദൈവവചനം പറയണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്ന, പരിശുദ്ധാത്മാവ് തീരുമാനിക്കും. ഫിലിപ്പോസിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഗസയിലേക്ക് പോകണം. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് എത്യോപ്യയിലെ ഒരു പ്രധാന ഷണ്ണൻ വരുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഷണ്ണനിലൂടെ ഹല്ലേലൂയ എത്യോപ്യ രാജ്യത്തെ തൊടാൻ പോകുക. ഇന്ന് പകൽ ഞാൻ പറയാ, നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു വ്യക്തിയായിരിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ അവരുടെ പട്ടണത്തെ തൊടാൻ. ഒരുപക്ഷെ നിങ്ങൾ അവരോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ പ്രവർത്തികളിലൂടെ ഹല്ലേലൂയ നിങ്ങളുടെ സ്ഥാപനത്തിൽ പാർക്കുന്ന ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് ദൈവാത്മാവ് നിങ്ങളിലൂടെ ഇടപെട്ടാൽ നിങ്ങൾ ഇടപെടുന്ന ആ വ്യക്തി ഏത് പട്ടണത്തിലാണോ ആ പട്ടണത്തെ തൊടാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാ. നിങ്ങളുടെ ചില പട്ടണങ്ങളെ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുകയാ. ഇതിനകത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ ചില പട്ടണങ്ങളെ, ചില ദേശങ്ങളെ, ചില രാജ്യങ്ങളെ തൊടുന്ന ഒരഭിഷേകത്തിന്റെ കൈമാറ്റം, പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റം സംഭവിക്കട്ടെ. അടുത്തൊരു പ്രൊമോഷൻ. ഹല്ലേലൂയ. ഇങ്ങനെ പരിശുദ്ധാത്മാ പൗലോസ് കൈവച്ച് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാം അന്യഭാഷകൾ പറഞ്ഞു. അവർ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസിനെ അടുത്തൊരു തലത്തിലേക്ക് ദൈവം മാറ്റി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവർത്തികൾ, ഇന്നുവരെ നടക്കാത്ത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ചരിത്രം കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തി പൗലോസിലൂടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഈ ഉപവാസത്തിന്റെ 10
29-ാമത്തെ ദിവസം അവൻ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക, ദൈവകുഞ്ഞ് നിന്നിലൂടെ ഇന്ന് വരെ ദേശം കണ്ടിട്ടില്ലാത്ത, പട്ടണം അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ നിങ്ങളിലൂടെ എൻ്റെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാ. നിങ്ങളിലൂടെ ഒരു ദൈവ പ്രവൃത്തി പൗലോസ് പോലും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയും, ഈ വചനം പറയുമ്പോൾ ഇതിനകത്ത് ഒരാളെങ്കിലും പറയണ, കർത്താവേ അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ ഈ പട്ടണം കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടണമെന്ന് ഇതിനകത്ത് ആരെങ്കിലും ഹൃദയം കൊണ്ട് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പകൽക്കാലം അങ്ങനെ ഉള്ളവരെ നോക്കി പ്രവചിച്ചു പറയൂ, ഒരാത്മ നിറവ് ഇന്ന് പകൽ ദൈവകുഞ്ഞേ നിന്റെ മേലത് വീഴും. നിന്റെ മേലൊരു അസാധാരണ വീര്യപ്രവൃത്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേലത് വീഴും. പൗലോസ് ഇതുവരെ കാണാത്ത വീര്യപ്രവർത്തികൾ. സ്തോത്ര, ഹല്ലേലൂയ. ഇന്നലെ ആമേൻ പൗലോസ് എഴുന്നേറ്റ് കൈവച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് വന്ന് അഭിഷേകം പ്രാപിച്ചെങ്കിൽ അടുത്ത ദിവസം പൗലോസ് കാണാൻ പോകുന്നത് രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറി ഓടുന്നു. ഹീലിംഗ് മിനിസ്ട്രി. ഈ വചനം പറയുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ ആ നിയോഗം വീഴും. വിശ്വസിക്കുന്നവരുടെ മേൽ ആ നിയോഗം വീഴും. പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജന്മനാൽ മുടന്തനായവൻ പൗലോസിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആമേൻ. പൗലോസിന് മനസ്സിലായി, പൗലോസ് ആത്മനിറവുള്ളവന് മനസ്സിലായി, ഇവൻ സൗഖ്യമാകുവാൻ ഇവന്റെ മേൽ ഇന്നൊരു അത്ഭുതം നടക്കും. ഞാൻ പറയാം, ആത്മനിറവുള്ളവൻ അറിയാം ചില ദൈവപ്രവർത്തി വെളിപ്പെടുന്നതിന് മുമ്പ് അവന്റെ നോട്ടം കണ്ടാൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവന് ഇന്ന് പകൽക്കാലം അറിയാ. ഹല്ലേലൂയ. ആത്മനിറവുള്ളവൻ അറിയാ ഒരത്ഭുതം നടക്കും, ഒരു വീര്യപ്രവൃത്തി നടക്കും. പൗലോസിന് മനസ്സിലായി അവൻ സൗഖ്യമാകുവാൻ ഒരു വിശ്വാസം അവന്റെ മേൽ വെളിപ്പെടുന്നുണ്ട്. അവന്റെ മുഖഭാവം മാറുന്നുണ്ട്, അവന്റെ ഉള്ളിൽ വിശ്വാസം ഇറങ്ങുന്നുണ്ട്. ആമേൻ. പൗലോസ് ഒരൊറ്റ വാക്ക് വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. വചനം പറയുന്നു, അവൻ കുതിച്ചെഴുന്നേറ്റു. ആത്മനിറവുള്ളവൻ പറഞ്ഞാൽ ചിലത് കുതിച്ചെഴുന്നേൽക്കും. ഇതുവരെ എഴുന്നേൽക്കാത്ത, ഇതുവരെ നടക്കാത്തത് ആത്മനിറവുള്ളവൻ പറഞ്ഞാൽ അത് നടക്കും. സ്തോത്ര. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നോട് ചോദിക്കുക, ആരാ പാസ്റ്റർ ആത്മനിറവുള്ളവർ? ഹല്ലേലൂയ. ആര് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞാൽ മാത്രമേ സംഭവിക്കുള്ളൂ? ആമേൻ. പാസ്റ്റർ പറഞ്ഞാൽ മാത്രമേ സംഭവിക്കുള്ളൂ? ഹല്ലേലൂയ. ഇല്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരാൽ, യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കും. ആമേൻ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകും. എന്താ? ഈ ആത്മനിറവ് വെളിപ്പെട്ടില്ലെങ്കിൽ ഉള്ള സംഭവം, നമുക്ക് ദൈവത്തിൻ്റെ നിയോഗം തിരിച്ചറിയാൻ പറ്റുകയില്ല. നിയോഗം തിരിച്ചറിയാതിരുന്നാൽ, ആത്മനിറവ് വെളിപ്പെടാതിരുന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് എന്തിനാ? രോഗികളെ സൗഖ്യമാക്കാൻ. സ്തോത്ര, ഹല്ലേലൂയ. ഈ നിയോഗത്തിനകത്ത് കയറിയില്ലെങ്കിൽ, ആത്മനിറവ് വന്നില്ലെങ്കിൽ, നമ്മൾ രോഗികളെ സൗഖ്യമാക്കാനല്ല, നമ്മളെ രോഗിയായി രോഗസൗഖ്യത്തിന് വേണ്ടിയിരിക്കുക. കർത്താവേ, ഇന്നൊരു വിടുതൽ. കർത്താവേ, മുട്ടുവേദന ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ. ഞാൻ പറഞ്ഞത്, ആത്മനിറവുള്ളവനെ ഞാൻ നമ്മെ വിളിച്ചത് എന്തിനാ? ഇന്ന് പകൽ ദൈവമക്കൾ ആ നിയോഗത്തിനകത്ത് കയറിയാൽ ഒരു രോഗത്തിനും തൊടാൻ പറ്റുകയില്ല. ഞാൻ പറയും, ഇന്ന് ഒരു രോഗത്തിന് തൊടാൻ പറ്റുകയില്ല, ഒരു ഷുഗറിന് തൊടാൻ പറ്റുകയില്ല, ബിപിക്ക് തൊടാൻ പറ്റുകയില്ല. ഇത് ദൈവത്തിന്റെ മന്ദിരം, ഇത് തൊടാൻ പറ്റുകയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ, പിന്നെ അങ്ങനെ ദൈവം അങ്ങ് നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ, ഞാൻ ചെയ്യുന്നതിലും കർത്താവിൽ വിശ്വസിക്കുന്നവൻ, ആത്മനിറവ് പ്രാപിച്ചവനെ ഈ വിശ്വാസകത്ത് വരും. സ്നാനപ്പെട്ടവന് ഈ വിശ്വാസം വരില്ല. വിശ്വസിക്കാൻ പറ്റുമോ? അടുത്തൊരു തലത്തിലേക്ക് പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് വരെ നടക്കാത്തത്, ഇന്ന് വരെ കാണാത്തത്, അസാധാരണമായ വീര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിച്ചാൽ, നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെ അത് സംഭവിച്ചാൽ, നിങ്ങളൊരു രോഗിയുടെ അടുക്കൽ ചെന്നിട്ട്, കർത്താവേ, ഇന്ന് പകൽ
ഈ രോഗിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവൻ ഈ കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റാൽ, നിങ്ങൾ പറയുമ്പോൾ ഒരുവൻ ചാടി എഴുന്നേറ്റാൽ, ആര് പറയുമ്പോഴേ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ. ഇന്ന് പകൽ എൻ്റെ കൈക്കല്ല അവൻ പ്രത്യേകത. ഇന്ന് പകൽ അവൻ പത്രോസ് പറഞ്ഞു, പത്രോസ് മുടന്തൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവൻ ഹല്ലേലൂയ അവനോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു. യഹൂദന്മാരെല്ലാം ഇവർക്ക് വിരോധമായി എഴുന്നേറ്റു. അപ്പോൾ അപ്പോസ്തലന്മാർ ഒരുമിച്ച് ഒരിടത്ത് കൂടിയിരുന്നിട്ട് ആമേൻ പത്രോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും. ഹല്ലേലൂയ ആമേൻ. പത്രോസ് പ്രാർത്ഥിക്കുക, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും. ആമേൻ സ്തോത്രം. ഞാൻ ചോദിച്ചു, പത്രോസേ നീ അല്ലേ കൈ നീട്ടി ആ മുടന്തനെ പിടിച്ചത്? ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറയുക, ഞാൻ കൈ നീട്ടിയത്, ആമേൻ ഞാൻ കൈ നീട്ടി, ഇന്ന് വരെ ആരും എഴുന്നേറ്റിട്ടില്ല. പക്ഷെ ഞാൻ ആത്മനിയോഗത്തിനകത്ത് കയറി കൈ നീട്ടിയപ്പോൾ എന്നോട് കൂടെ വേറൊരുവൻ കൈ നീട്ടി. ആമേൻ ഞാൻ അറിയാത്ത ഒരുവൻ അവനെ പിടിച്ചു, അവന്റെ നരിയാണി ഉറച്ചു. ഇന്ന് പകൽ ദൈവകുഞ്ഞ നീ കൈ നീട്ടിയ, നിന്റെ ഒപ്പം കൈ നീട്ടുന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ഒരു യേശു ക്രിസ്തു ഇന്ന് പകൽ നിന്നോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ചവന്റെ കൂടെ കർത്താവ് ഉണ്ട്. അവൻ കൂടെ ഇരുന്നത് കൊണ്ട് അസാധാരണമായ വീര്യപ്രവൃത്തി. എന്താ അസാധാരണമായ വീര്യപ്രവൃത്തി? ബൈബിൾ വായിച്ച രോഗികൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ രോഗികൾ സൗഖ്യമാകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോകുന്നു, മരിച്ചവരെ യേശു ഉയർപ്പിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവരെന്ത് ചെയ്തു? സൗഖ്യമായി. ഇതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ പൗലോസേ, ആമേൻ നീ ഇനി കാണാൻ പോകുന്ന ഇതിലെല്ലാം ഡിഫറൻ്റ് ആയിട്ടാണ്. എന്താ? ആമേൻ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പോലും ആമേൻ രേഖപ്പെടുത്താത്ത ഒരു വീര്യപ്രവൃത്തി പൗലോസിലൂടെ നടക്കാൻ പോകുക. എന്താ ആമേൻ ആ വീര്യപ്രവൃത്തി എന്താ? ആമേൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട ആമേൻ രക്തസ്രാവക്കാരി സൗഖ്യമായി. പക്ഷെ ഇനി പൗലോസ് നിന്റെ മേൽ നടക്കാൻ പോകുന്ന വീര്യപ്രവൃത്തി എന്താ? നിന്റെ മേൽമേൽ കിടക്കുന്ന ഈ റൂമാലുണ്ടല്ലോ, നിന്റെ ഹല്ലേലൂയ നിന്റെ ഉത്തരിയും റൂമാലും ഉണ്ടല്ലോ, നിന്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ഈ തുണി, ഈ ടവൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ശിഷ്യന്മാർ ആമേൻ ഹല്ലേലൂയ ആമേൻ കേരളത്തിൽ കോട്ടയത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഈ റൂമാൽ കൊണ്ടിട്ടാൽ അവന്റെ ഭൂതം പോകും, അവന്റെ മേൽ അവന്റെ രോഗം സൗഖ്യമാകും. ഇന്നുവരെ കാണാത്ത ഒരു വീര്യപ്രവൃത്തി പൗലോസേ നിന്റെ കണ്ണുകൊണ്ട് ആമേൻ നീ കാണാൻ പോവുകയാ, നിന്നിലൂടെ പ്രവർത്തിക്കാൻ പോവുകയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം ആമേൻ നിങ്ങളെ നോക്കി പറയും, ഹല്ലേലൂയ പൗലോസിലും കാണാത്ത വീര്യപ്രവൃത്തി ദൈവം നമ്മിലൂടെ ചെയ്യും. വിശ്വസിക്കാൻ മാത്രം ചെയ്യും. ആമേൻ. കോട്ടയത്തുള്ള ഒരു വ്യക്തിക്ക് ഒരു ടവലും കൊണ്ട് പോകണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. പക്ഷെ അന്നില്ലാത്തൊരു സംവിധാനം ഇന്നുണ്ട്. അതിലും അതിവേഗം സഞ്ചരിക്കുന്ന ഒരു മാർഗം. എന്താ? ഇന്ന് പകൽ ഞാൻ പറയാം, യുകെയിൽ ഇരിക്കുന്ന ഒരുവനെ സൗഖ്യമാക്കാൻ ഈ ഒരൊറ്റ മൊബൈൽ മതി. ഈ മൊബൈലിലൂടെ നീ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ അവിടെ കിടരോഗി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഇന്ന് പകൽ നിങ്ങളിലൂടെ ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികളെ ആമേൻ കർത്താവ് ചെയ്യാൻ പോകുക. എന്നാൽ ആമേൻ പൗലോസിലൂടെ ഈ ദൈവപ്രവർത്തി കണ്ടപ്പോൾ ആ ദേശത്തിലെ ഒരു ദേശാന്തകാരി ആമേൻ ഒരു മന്ത്രവാദിയായ യഹൂദൻ എഴുന്നേറ്റു. അവനും അവൻ്റെ 7 മക്കളൂടെ ആമേൻ എഴുന്നേറ്റിട്ട് ആമേൻ അവർ നോക്കിയപ്പോൾ കൊള്ളാം, പൗലോസ് ഭൂതങ്ങളോട് വിട്ടുപോകാൻ പറഞ്ഞാൽ ആമേൻ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. അവർ വിചാരിച്ചു, ഇന്ന് വരെ ഇത്രയും മന്ത്രവാദം ചെയ്തിട്ടും ഇങ്ങനെ ഒരു ദൈവപ്രവർത്തി, ഇങ്ങനെ ഒരു വീര്യപ്രവർത്തി ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ആമേൻ മനുഷ്യനും ചെയ്തെന്നറിയാമോ? ഇവനും ദേവ എന്ന അവൻ്റെ പേര്. ആ മന്ത്രവാദി എന്ത് ചെയ്തെന്നറിയാമോ? 7 മക്കളോട് ചേർന്ന് ഭൂതം ബാധിച്ച ഒരുവന്റെ അടുക്കൽ ചെന്നിട്ട് ആമേൻ പറഞ്ഞു, ആമേൻ പൗലോസ് പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഭൂതങ്ങൾ ആമേൻ ഭൂതത്തോട് പറഞ്ഞു വിട്ടുപോകുവാൻ പറഞ്ഞു. ഈവൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ആമേൻ വിട്ടുപോകുവാൻ പറഞ്ഞു. ആമേൻ പിശാച് വന്നിട്ട് പറഞ്ഞു ആമേൻ ഹല്ലേലൂയ യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പിശാച് നിനക്കെങ്ങനെ പൗലോസിനെ പരിചയം? പൗലോസ് പോയിടത്തെല്ലാം ഇവൻ വിട്ടുപോയിട്ടുണ്ട്.
പൗലോസിന്റെ കാല് ചവിട്ടുന്നിടത്ത് ഈ പിശാചിന് നിൽക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ അഭിഷേകമുള്ള ദൈവകുഞ്ഞെ, നീ പോകുന്നിടത്ത് ഒരു പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. നിന്നെ പിശാചിന് പരിചയമുണ്ട്. എങ്ങനെയാ പരിചയം? ആമേൻ. പൗലോസിനെ എങ്ങനെയാ നിനക്ക് പരിചയം? പിശാചും പൗലോസും നീ തമ്മിൽ എന്താടിയിൽ? പിശാച് പറയും, ഒരിടത്തും അവനെ ഞങ്ങളെ നിർത്തിയിട്ടില്ല. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? അല്ലെങ്കിൽ ഈ പിശാച് അവൻ ഈ സ്കേഹായുടെയും അവൻ്റെ 7 മക്കളുടെയും മേൽ ചാടി വീണു, അവരെ കീഴടക്കി. ഇവിടെ വചനം പറയുന്നു, അവരുടെ വസ്ത്രം പറിച്ച് അവരെ മുറിവേൽപ്പിച്ചു കളഞ്ഞു. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. ദൈവകുഞ്ഞ്, നീ ചെയ്യുന്നത്, നിന്നിലൂടെ ദൈവം ചെയ്യുന്നത് മറ്റൊരുവനും അനുകരിക്കാൻ കഴിയാത്ത വിധം, ഒരു മന്ത്രവാദികൾക്കും അനുകരിക്കുവാൻ കഴിയാത്ത വിധം മറ്റൊരുത്തൻ ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കുന്ന നിയോഗം വേറൊരുവൻ അനുകരിക്കാൻ പറ്റാത്ത, വേറൊരുവന് അനുഭവിക്കാൻ പറ്റാത്ത ഒരു വലിയ ദൈവമകത്വം ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ മേൽ ദൈവമിട്ടിരിക്കുന്നത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു പൗലോസ് എഴുന്നേറ്റപ്പോൾ ദൈവ മഹത്വം ദേശത്തിൽ പരന്നു. മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ഏതെങ്ങനെയാ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ബൈബിള് മടക്കി വെച്ചുകൊണ്ടിരുന്നാൽ മന്ത്രവാദികൾ രക്ഷിക്കപ്പെടത്തില്ല. നമ്മൾ എഴുന്നേൽക്കണം, കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കും. കർത്താവേ, മന്ത്രവാദികൾ രക്ഷിക്കപ്പെടണം, ആഭിചാരകന്മാർ രക്ഷിക്കപ്പെടണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഏറെ നാൾ കൊണ്ട് ആ പട്ടണത്തെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വലച്ച ആ പട്ടണത്തെ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാതെ വണ്ണം ജനത്തെ ആഭിചാരം കൊണ്ട് മൂടി മറച്ച ഒരന്തരീക്ഷത്തെ ഒരാപ്പോസ്തലൻ്റെ കാൽവെപ്പിൽ ആ അന്തരീക്ഷത്തെ പൊട്ടിക്കുകയാണ്. എനിക്കറിയില്ല, ഇന്ന് പകൽ ഞാൻ പറയും ദൈവമക്കളെ, പിശാചി എത്ര കൂട് കെട്ടിയാലും, അവൻ എത്ര കോട്ട കെട്ടിവെച്ചാലും, അഭിഷേകം പ്രാപിച്ച ദൈവ നിയോഗമുള്ള ദൈവകുഞ്ഞെ, നീ കാല് വെച്ചാൽ അവന്റെ കോട്ടകൾ തകരും, അവന്റെ കോട്ടകൾ ഇടിയും. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾ അവരെ വിട്ടുമാറും. അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ. അതുവരെ ദേശത്തെ ആഭിചാരം കൊണ്ട് മയക്കിയ മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടു. അവരുടെ മന്ത്രവാദത്തിന്റെ പുസ്തകങ്ങൾ എന്ത് ചെയ്തു? ഒരുവനിൽ തീ കത്തിയാൽ, ഒരുവനിൽ ദൈവത്തിന്റെ തീ കത്തിയാൽ മന്ത്രവാദ ശക്തികൾ തകരും. അതുവരെ ദേശത്തെ ബന്ധിച്ചു വെച്ച നൂക്കങ്ങൾ തകരും. അവിടെ എഴുതിയിരിക്കുക, അവയുടെ വില കണക്ക് കൂട്ടിയാറേ എത്ര? 50,000. ഞാൻ പറഞ്ഞു ഒരു അഭിഷിദ്ധൻ എഴുന്നേറ്റാൽ, പ്രാർത്ഥിക്കുന്ന ആത്മനിയോഗമുള്ള ഒരുവൻ എഴുന്നേറ്റാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ശത്രുവിന് നഷ്ടം, ദൈവരാജ്യത്തിന് ലാഭം. ദൈവരാജ്യത്തിന് ഇത് പകൽ സ്വർഗം നമ്മളെ നോക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മളെ ഭാവിയായിട്ടും തകർന്നവരായിട്ടും അല്ല ദൈവം നോക്കണേ. ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അഗ്നി ജ്വാലയ്ക്കത്ത കണ്ണുവെച്ച് നമ്മളെ നോക്കുന്നത് ദൈവരാജ്യത്തിന് ലാഭം ഉണ്ടാക്കുന്നവരാ. നിങ്ങൾ എഴുന്നേറ്റാൽ മന്ത്രവാദ ശക്തികൾ തകരും, ആഭിചാര ശക്തികൾ തകരും, മന്ത്രവാദികൾ രക്ഷിക്കപ്പെടും. ഇന്ന് പകൽ ശ്രദ്ധിക്കണേ, പിശാചിന്റെ കൂട് പൊളിക്കുന്നവരാ. സ്തോത്ര പാസ്റ്റർ, ഞങ്ങൾ ഇന്ന് കൂട്ടിനകത്തിരിക്കുന്നതെന്ന് നോക്കട്ടെ. ഞങ്ങൾ ഒരു ദിവസം അത് ഏത് ദിവസമാ? ഇന്ന് പകൽ പറ, ഇന്നത്തെ ദിവസം നമ്മൾ അതിനെ പൊളിക്കും. ഇന്ന് പകൽ അവൻ്റെ കൂടുകൾ നമ്മൾ പൊളിക്കും. ഇന്ന് പകൽ നമ്മൾ അവൻ്റെ കോട്ടകളെ ഇടിക്കും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാ കണ്ണുകളും അടകട്ടെ. ആരും മൗനമായി നിൽക്കുക. ഒരു ആത്മനിയോഗത്തിനകത്ത് കയറി ഇന്ന് പകൽ ആത്മനിറവ് ഇതുവരെ പ്രാപിക്കാത്തവർ ആത്മനിറവ് പ്രാപിച്ചേ പോകാവൂ. ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ.